നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പൃഥ്വിരാജ്, സുകുമാരൻ, ബേസിൽ ജോസഫ് നായകന്മാരായി എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ. മെയ് 16 വേൾഡ് വൈഡായിട്ട് റിലീസിന് ഒരുങ്ങിയിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഏറ്റവും പുതിയ മലയാള സിനിമ. സിനിമയിൽ നായികമാരായി എത്തിയിരിക്കുന്നത് നിഖില വിമലും നനശ്വര രാജനുമാണ്. ഈ അടുത്തിറങ്ങിയ ചിത്രങ്ങളിൽ നല്ലൊരു അഭിപ്രായം നേടിയെടുക്കാൻ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വെക്കേഷൻ ടൈമിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നല്ലൊരു മലയാള സിനിമ മലയാളികൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് പൃഥ്വിരാജിൻ്റെ നിർമ്മാണ കമ്പനിയിലൂടെ. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബിപിൻ ദാസാണ്. ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമയിലൂടെ സംവിധാന നിരയിലേക്ക് വന്നിരിക്കുന്ന ബിപിൻ ദാസ് തന്നെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗുരുവായൂരിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന സിനിമയിൽ ഉടനീളം കോമഡിയും പ്രണയവുമാണ്. ഈ അടുത്തിറങ്ങിയ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തെയാണ് ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ്, സുകുമാരൻ കാഴ്ചവെച്ചിരിക്കുന്നത്. പതിവ് പോലെ തന്നെ കുടുംബ പ്രേക്ഷകരെ കയ്യിലെടുത്തുകൊണ്ട് തന്നെയാണ് ബേസിൽ ജോസഫും തൻ്റെ അഭിനയം സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നിൽക്കുന്ന നായികമാർക്ക് മികച്ച രീതിയിലുള്ള പെർഫോമൻസുകൾ കാഴ്ചവെക്കാനുള്ള കഥാപാത്രങ്ങളായിട്ടൊന്നുമല്ല സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എങ്കിലും കൂടിയിട്ട് സിനിമയുടെ അവസാനം വരെയും ഇരു നായികമാർക്കും സ്ഥാനമുണ്ട്. വിഷു സിനിമകളിൽ റിലീസ് ചെയ്യേണ്ട ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഈ ഒരു സിനിമ ഇപ്പോൾ വൈകിയാണെങ്കിലും തിയേറ്ററുകളിൽ വന്നിരിക്കുന്നത് ഫാമിലി ഏറ്റെടുത്തിരിക്കുന്നു. ഇറങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ആവറേജ് അഭിപ്രായമാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ നേടിയെടുക്കുന്നത്. എങ്കിലും കൂടിയിട്ട് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോസുകൾ തന്നെയാണ്. 2.5 മണിക്കൂർ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകന് പൊട്ടിച്ചിരിയുടെ വിത്ത് വിതയ്ക്കുകയാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ. ആദ്യ ദിനം തന്നെ കേരള തിയേറ്ററുകളിൽ നിന്നും 1,50,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും മാത്രം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 3 കോടിക്ക് മുകളിൽ ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നു എന്ന അഭിപ്രായം വരുമ്പോൾ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നല്ലൊരു ഹിറ്റ് തന്നെയാണ്. കൂടുതൽ സ്ക്രീനുകളിലേക്ക് സിനിമ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ഈ ഒരു നിലപാടിൽ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് കൂടുതലും നേടിയെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ നല്ലൊരു കളക്ഷൻ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ നേടിയെടുക്കും. സിനിമയുടെ പുതിയൊരു കളക്ഷൻ റിപ്പോർട്ടുമായിട്ട് വരും വരെ തൽക്കാലം ഈ വീഡിയോ നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക.